സർ, എന്താണ് എൻഡോസ്കോപ്പി ഇൻ സർജറി? എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ വയറുള്ളിൽ അല്ലെങ്കിൽ മൂക്കുള്ളിൽ ബോഡി ഉള്ളിൽ നോർമലായിട്ട് ക്യാമറ പോയി കഴിഞ്ഞാൽ അതാണ് എൻഡോസ്കോപ്പി. ഇറ്റ്സ് എ ജനറലൈസ്ഡ് ടേം ആണ് അത്. അപ്പോൾ ഗൈനക് എൻഡോസ്കോപ്പി എന്ന് പറയുമ്പോൾ വയറുള്ളിൽ അബ്ഡമൻ ഉള്ളിൽ ക്യാമറ ഇട്ട് കഴിഞ്ഞിട്ട് പരിശോധിച്ചാൽ അത് ലാപ്രോസ്കോപ്പിയും പറയാറുണ്ട്. അങ്ങനെ യൂട്രസ് ഉള്ളിൽ ക്യാമറ വെച്ചിട്ട് പരിശോധിച്ചാൽ അത് ഹിസ്ട്രോസ്കോപ്പിയും പറയാറുണ്ട്. ഓക്കെ സർ, അപ്പൊ നമുക്കൊരു ഗൈനക് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി ആയ വ്യക്തിക്ക് ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മുൻപ് എങ്ങനെ ഉണ്ടായിരുന്നു, പ്രഗ്നൻ്റ് ആയ പേഷ്യൻറ്റ് ഓവറിയൻ സിസ്റ്റ് അത് ട്വിസ്റ്റായി കഴിഞ്ഞാൽ ടോർഷനും പറയാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ പേഷ്യൻ്റ് വയറുവേദന കൂടും, പിന്നെ അബോർഷൻ ആവാൻ ചാൻസ് ഒക്കെ എല്ലാം കൂടും. അപ്പം മുൻപ് വയറ് തുറന്നിട്ടാണ് സർജറി ചെയ്യാറുണ്ട്. ഇപ്പോൾ അങ്ങനെ ആവശ്യമില്ല. ലാപ്രോസ്കോപ്പി വളരെ സേഫാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ഉള്ള പേഷ്യൻറ്റും ഞങ്ങൾ ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് ഇങ്ങനെയുള്ള സിസ്റ്റ് മുളയൊക്കെ എല്ലാം എടുക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ സാറ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ, അപ്പോൾ നമ്മൾക്ക് കുട്ടി വയറ്റിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ തന്നെ സിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള നൂതനമായിട്ടുള്ള സംവിധാനമാണ്, അത് ചെയ്യുന്ന ഡോക്ടറാണ്. അതാണ് ഇപ്പോൾ നമുക്ക് മെയിൻലി സാറ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതൊരു സേഫ് മെത്തേഡും കൂടിയാണെന്നാണ് സാറ് പറയുന്നത്.